അനന്യക്കുട്ടിയുടെ കവിത നമ്മൾ കേട്ടു. നമസ്കാരം, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എവിടെയാണോ? കൽപ്പാത്തി തന്നെ. ഇവിടെ അഗ്രഹാരത്തിലാണോ? ഇതിന്റെ ബാക്കിലായിട്ട് കോളനി. നല്ല അന്തരീക്ഷമാണ്. ഇന്നലെ പക്ഷെ മഴ പെയ്തു. ഇന്നലെ വൈകുന്നേരം മഴ പെയ്തു. പക്ഷെ ഞങ്ങളെ എക്സ്പെക്ടഡ് ആയിരുന്നു. ഇവിടുന്ന് അടുത്തായത് കൊണ്ട് കുടയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടു. നല്ല തിരക്കായിരിക്കും. ഉച്ചയോട് കൂടി തിരക്ക് കൂടും അല്ലേ? അതെ, ഇന്ന് ഒരു 11:30 12 o'clock ആകുമ്പോഴേക്കും ഇവിടെ ഓൾമോസ്റ്റ് നിവിടമാകും. പിന്നെ നല്ല അനുഭവമാണ്. ജീവിതത്തിലൊക്കെ ഒരു പ്രാവശ്യത്തെ അനുഭവിക്കണം. ആഗ്രഹത്തിന്റെ ആ തനിമയുണ്ടല്ലോ, ഇപ്പോഴും അത് അതേപടി നിലനിൽക്കും. ചിലരൊക്കെ രൂപമാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെ, നീഡ് ഓഫ് ദി ടൈമാണ്. അത് തീർച്ചയായിട്ടും വേണം. കാരണം പഴയ ഗ്രാമങ്ങളിലെ വീടുന്നൊക്കെ നമ്മുടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ മേലാർകോട് എന്ന് പറഞ്ഞിട്ട് ആലത്തൂരിനടുത്തൊരു ഗ്രാമത്തിലാണ്. ഇപ്പോഴും വി ആർ മെയിൻറ്റെയിനിങ് ദ ഹൗസ്. അത് അവിടെ ഗ്രാമത്തിൽ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ട്. വിദേശികളടക്കം നമ്മുടെ ഈ പരിപാടി ധാരാളം ആൾക്കാർ വരുന്നുണ്ടല്ലോ, വിദേശികൾ സ്വദേശികൾ എല്ലാവരും. ഇതൊരു ഗ്രാമത്തിലെ ഈ ഒരു ദിവസത്തിലേക്ക്, ഈ ഒരു 1 week, അതായത് തുടങ്ങിക്കഴിഞ്ഞാലുള്ള 10 ദിവസം ആ തിരക്കിലേക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരും. അതാണ് പ്രത്യേകിച്ച് നവരാത്രി കാലവും പിന്നീട് ദേവരഥ സംഗമം നടക്കുന്ന ഈ തേര് കാലവും കൽപ്പാത്തിയിലേക്ക് വരിക എന്ന് പറഞ്ഞ ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും, എന്താ സാറിന്റെ പേര്? വേണുഗോപാലാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ബൈ ബൈ. സോ അപ്പൊ തേരുകാലം എന്ന് പറയുന്നത് ഒരു കാറ്റുകാലമാണ്, ഒരു പുതിയ ജീവിതാനുഭവ കാലം കൂടിയാണ്. അപ്പോൾ തേരിനു വേണ്ടി പാലക്കാട്ടുകാരെല്ലാം കൽപ്പാത്തിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട്. എല്ലാ കാലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ആളുകൾ വരും. ഹായ്. അപ്പോൾ നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ആ തേരിന് വേണ്ടി വന്ന് പോകുമ്പോൾ ഉള്ളൊരു അനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ഇവിടെ നിൽക്കുമ്പോൾ ആ തേര് കാറ്റ് സൂപ്പർ കാറ്റാണ്. ജീവിതത്തെ നമ്മളിങ്ങനെ ആർദ്രമാക്കുന്ന കാറ്റുകൾ എന്നൊക്കെ പറയില്ല. അപ്പോൾ വളരെ പോസിറ്റീവായ എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക.